PF-മായി റിലേറ്റ് ചെയ്ത് UAN എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി നമ്മുടെ ഫോണിൽ നിന്ന് പ്ലേ സ്റ്റോറിൽ നിന്ന് ഉമംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതിന് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇതുപോലെ ഉമംഗ് ആപ്പ് ഓപ്പൺ ചെയ്യുക, ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതിപ്പം ഓൾറെഡി ഇൻസ്റ്റാൾ ആയതുകൊണ്ട് ഓപ്പൺ ഇത് ചെയ്തിരിക്കുന്നു. എന്നിട്ട് ഓപ്പൺ കൊടുക്കുക. ഉമംഗ് ആപ്പ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ EPFO സെർച്ച് സ്പേസ് കണ്ടല്ലോ, ആ സ്പേസിൽ ഉമംഗ് EPFO എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പം നമുക്ക് അത് കാണാൻ സാധിക്കും, EPFO എന്ന്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം വരുന്ന വിൻഡോ ഇങ്ങനെയാണ് വരിക. അതിന് സ്ക്രോൾ ചെയ്യുമ്പം താഴെയായിട്ട് UAN അലോട്ട്മെൻറ്റ് ആൻഡ് ആക്ടിവേഷൻ അങ്ങനെ ഒരു ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. അതിൽ ഓൾറെഡി MPIN ക്രിയേറ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ മൊബൈൽ നമ്പർ അടിക്കുക, MPIN അടിക്കുക. ഇല്ല, നമ്മൾ ഫ്രഷ് ആയിട്ട് ചെയ്യുന്നവരാണല്ലോ, അപ്പം അങ്ങനെ ആവുമ്പം നമ്മൾ ഫ്രഷ് ആയിട്ടൊരു MPIN ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ആദ്യം അപ്പം MPIN ക്രിയേറ്റ് ചെയ്യുക. അത് അതിൽ തന്നെ അതിനുള്ള ലിങ്ക് ഉണ്ട് താഴെ, രജിസ്റ്റർ ഹിയർ എന്ന് പറഞ്ഞു കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പം അതുവഴിയാണ് നമ്മൾ MPIN ക്രിയേറ്റ് ചെയ്യണത്. നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് നമുക്ക് MPIN ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം രജിസ്റ്റർ ഹിയർ എന്ന് കൊടുത്തു കഴിയുമ്പോൾ ആദ്യം നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക, പിന്നീട് നമ്മൾ അത് സ്റ്റേറ്റ് കൊടുക്കുക, ടിക്ക് കൊടുക്കുക, OTP നമ്മുടെ ആ കൊടുത്തിരിക്കുന്ന മൊബൈലിലേക്ക് സെൻഡ് ആവും. ആ OTP ഇവിടെ നമ്മൾ അടിച്ചു കൊടുക്കുക. കൊടുത്തിട്ട് നമ്മളത് ആ OTP നമ്മൾ വെരിഫൈ ചെയ്യാം. വെരിഫൈ OTP എന്നുള്ള ലിങ്ക് ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് വെരിഫൈ OTP കൊടുക്കുക. അപ്പം കറക്റ്റായിട്ട് കൊടുക്കണം. കൊടുത്തു കഴിയുമ്പോൾ ആ OTP വെരിഫൈ ആയിട്ട് വരും. അതിന് ശേഷം നമ്മൾ അപ്പം ബാക്ക് പോയിട്ട്, ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി MPIN ക്രിയേറ്റ് ആയി കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങോട്ട് വന്നത്. പിന്നെ നമ്മൾ MPIN നമുക്ക് ഓൾറെഡി ക്രിയേറ്റ് ആയല്ലോ, അപ്പം അതിന് ശേഷം നമ്മൾ മൊബൈൽ നമ്പർ കൊടുക്കുക, MPIN കൊടുക്കുക, എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. മൊബൈൽ നമ്പറിൻ്റെ പ്ലേസിൽ മൊബൈൽ നമ്പർ കൊടുക്കുക. പിന്നെ താഴെയായിട്ട് MPIN എന്ന് പറഞ്ഞ പ്ലേസ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു MPIN നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തല്ലോ, നമുക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കുക കേട്ടോ MPIN ആയിട്ട്. അത് കൊടുക്കുക. ആ നമ്പർ അടിച്ചു കൊടുക്കുക, MPIN എന്നുള്ള നമ്പർ അടിച്ചു കൊടുക്കുക. അതിന് ശേഷം ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പം നെക്സ്റ്റ് വരുന്നത് നമ്മുടെ എന്താ പറയുക, ആധാർ ചോദിക്കും. ആധാർ കൊടുക്കുക. ഇപ്പം നമ്മൾ ആ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഓൾറെഡി ആധാറായിട്ട് ലിങ്ക്ഡ് ആയിരിക്കണം. ആ ആധാർ കൊടുക്കുക, ടിക്ക് കൊടുക്കുക, എന്നിട്ട് കണ്ടിന്യൂ, നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പം നമ്മൾ നമ്മുടെ ഫേസ് ഒതൻറ്റിക്കേഷൻ ആപ്പ് നമ്മൾ ഓൾറെഡി ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് പോകും. ഇല്ലെങ്കിൽ EPFO വഴി നമുക്കത് അങ്ങനെ ഡയറക്റ്റ് അങ്ങോട്ട് പൊക്കോളും. അങ്ങനെ പോയിട്ട് നമ്മൾ ഫേസ് ഒതൻറ്റിക്കേഷൻ ചെയ്തിട്ട് അത് കഴിയുമ്പോൾ ഫേസ് ഒതൻറ്റിക്കേഷൻ ഓക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് UAN നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് ആയിട്ട് വരും. നമ്മൾ ഈ ചെയ്ത ആപ്പിൽ ഡിസ്പ്ലേ ആവുകയും ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ക്രിയേറ്റ്